ഹായ് ഫ്രണ്ട്സ്, എവർക്ക് ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ദേശീയ പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും അതേപോലെ തന്നെ JCB പുരസ്കാരം, കാളിദാസ പുരസ്കാരം, ഈ 3 പുരസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് കുറേ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്ക് പുറമെ ഏതെല്ലാം ഭാഷകളിലെ എഴുത്തുകാരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് പരിഗണിക്കുന്നത് എന്നൊരു ചോദ്യത്തിലൂടെയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇംഗ്ലീഷും അതുപോലെ തന്നെ രാജസ്ഥാനി ഭാഷയുമാണ്. ഇപ്പോൾ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, രാജസ്ഥാനി എന്നീ ഭാഷകളിലെ സൃഷ്ടികൾക്കും എന്ത് നൽകുന്നുണ്ട്? ഈ പറയുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എത്ര ഭാഷകൾക്ക് ഈ പുരസ്കാരം നൽകുന്നു എന്ന് വെച്ചാൽ 24 ഭാഷകളിലെ സൃഷ്ടികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഭരണഘടന അംഗീകരിച്ച 24 ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, രാജസ്ഥാനി എന്നീ ഭാഷകളിലെ സൃഷ്ടികൾക്കും എന്ത് നൽകുന്നുണ്ട്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നുണ്ടെന്ന കാര്യം ഓർക്കണം. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 1954 ആണ്. 1954 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ഇത്, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്ന കാര്യം ഓർക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ വ്യക്തി. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, രാജസ്ഥാനി എന്നീ ഭാഷകളിലെ സൃഷ്ടികൾക്കും എന്ത് നൽകുന്നുണ്ട്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നുണ്ട്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1954. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്ന് പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പാണ്. ഇത് ആദ്യമായിട്ട് നേടിയ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്ന കാര്യം ഓർക്കുക. ഇനി പരിചയപ്പെടുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാണെന്ന് ചോദിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആദ്യത്തെ വ്യക്തിയാണ് ചോദിക്കുന്നതെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ മലയാളി എന്ന് പ്രത്യേകം എടുത്തു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർ നാരായണ പണിക്കറാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർ നാരായണ പണിക്കറാണ്. 1955 ഭാഷാ സാഹിത്യ ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് ആര്? ആർ നാരായണ പണിക്കർ എന്ന കാര്യം ഓർക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാള നോവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീനാണ്. തകഴിയുടെ ചെമ്മീനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാള നോവൽ എന്ന കാര്യം ഓർക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ തുക 1 ലക്ഷം രൂപയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ തുക എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക 1 ലക്ഷം രൂപയാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ രചനയ്ക്ക് ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി RK നാരായണനാണ്. ദ ഗൈഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സൃഷ്ടിക്കാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ രചനയ്ക്ക് ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? RK നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൃഷ്ടിയാണ് ദ ഗൈഡ് എന്ന് പറയുന്നത്. ദ ഗൈഡ് എന്ന ആ ഒരു കൃതിക്കാണ് RK നാരായണന് ഈ പറയുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. അതിലൂടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ആദ്യമായിട്ട് ഒരു പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയിലൂടെ നൽകുകയായി. അതാർക്കാണ് ലഭിച്ചത്? ഈ പറയുന്ന RK നാരായണനാണ്.
2018 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എസ് രമേശൻ നായർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഗുരു പൗർണമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ്. ഇപ്പോൾ 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളിയാണ് ആര്? എസ് രമേശൻ നായർ എന്ന കാര്യം ഓർക്കുക. ഗുരു പൗർണമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സൃഷ്ടിക്കാണ് എന്ത് കിട്ടുന്നത്? 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട എന്തൊക്കെയാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ വ്യക്തിയാണെങ്കിൽ നമ്മൾ പഠിക്കും ആരാണ്? എസ് രാധാകൃഷ്ണനാണ്. ആദ്യത്തെ മലയാളിയാണെങ്കിൽ നമ്മൾ പഠിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആയിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക ആർ നാരായണ പണിക്കറാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഭാഷാ സാഹിത്യ ചരിത്രം. വർഷം ചോദിച്ചാൽ 1955. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാള നോവൽ ചോദിച്ചാൽ തകഴിയുടെ ചെമ്മീനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ രചനയ്ക്ക് ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി ആർ കെ നാരായണനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദ ഗൈഡ് എന്ന കൃതി. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളിയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക എസ് രമേശൻ നായരാണെന്ന കാര്യം ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗുരു പൗർണമി എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 2018 തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായ മലയാളിയാണ് ഡോക്ടർ എം ലീലാവതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഡോക്ടർ എം ലീലാവതി 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായ മലയാളിയാണ്. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള വിവർത്തനത്തിലുള്ള പുരസ്കാരമാണ് ഡോക്ടർ എം ലീലാവതി നേടിയത്. അവർ ശ്രീമദ് വാൽമീകി രാമായണ എന്ന സംസ്കൃത കൃതിയുടെ മലയാള വിവർത്തനത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ 2018 മലയാള വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആർക്കാണ്? ഡോക്ടർ എം ലീലാവതിക്കാണ്. ശ്രീമദ് വാൽമീകി രാമായണ എന്ന സംസ്കൃത കൃതിയുടെ മലയാള വിവർത്തനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു 2018 കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച മറ്റൊരു വ്യക്തിയെ പഠിച്ചിരുന്നു മലയാളത്തിൽ, എസ് രമേശൻ നായർ. ഗുരു പൗർണമി എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ഈ പറയുന്ന കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. ഏത് വിഭാഗത്തിലാണ് അവർക്ക് ഈ പുരസ്കാരം 2018 ലഭിക്കുന്നത്? 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള വിവർത്തനത്തിനുള്ള പുരസ്കാരമാണ് ഡോക്ടർ എം ലീലാവതിക്ക് ലഭിച്ചത്. അവരുടെ ആ ഒരു വിവർത്തനം എന്ന് പറയുന്നത് ശ്രീമദ് വാൽമീകി രാമായണ എന്ന സംസ്കൃത കൃതിയുടെ മലയാള വിവർത്തനത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം 2018 ലഭിക്കുന്നത്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് JCB പുരസ്കാരമാണ്. JCB പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് PSCയിലൊക്കെ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക JCB പുരസ്കാരമാണ്. 2019 JCB പുരസ്കാരം ലഭിച്ചത് മാധുരി വിജയനാണ്. ദ ഫാർ ഫീൽഡ് എന്ന അവരുടെ ആ ഒരു കൃതിക്കാണ് ഇത് ലഭിക്കുന്നത്. 2019 JCB പുരസ്കാരം ലഭിക്കുന്നത്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട PSCയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരമായിട്ട് വരിക JCB പുരസ്കാരമാണ്. 2019 JCB പുരസ്കാര ജേതാവാര്? ഉത്തരമായിട്ട് വരുന്നത് മാധുരി വിജയാണ്. അവരുടെ കൃതിയാണ് ദ ഫാർ ഫീൽഡ് എന്നതാണ് അവരുടെ കൃതി. ഈ കൃതിക്കാണ് 2019 JCB പുരസ്കാരം ലഭിച്ചത്. ഇനി JCB പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്യാഷ് പ്രൈസ് ഓർത്ത് വെച്ചേക്കുക 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയാണ് JCB പുരസ്കാരത്തിൻ്റെ ക്യാഷ് പ്രൈസ്. ഇനി പ്രഥമ JCB പുരസ്കാര ജേതാവ് മലയാളിയായ ബെന്യാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് പ്രഥമ JCB പുരസ്കാരമായിട്ട് ബെന്യാമിന് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ JCB പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണ്? ബെന്യാമിനാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ഇത് ലഭിക്കുന്നത്. പ്രഥമ JCB പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ പരിചയപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് JCB പുരസ്കാരം. 2019 JCB പുരസ്കാര ജേതാവ് മാധുരി വിജയാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദ ഫാർ ഫീൽഡ്. JCB പുരസ്കാരത്തിന് സമ്മാനത്തുക ചോദിച്ചാൽ 25 ലക്ഷം. ആദ്യമായിട്ട് ഈ JCB പുരസ്കാരം ലഭിച്ച മലയാളിക്കാണ്, ബെന്യാമിനാണ്. കൃതി ചോദിച്ചാൽ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. അടുത്ത് പരിചയപ്പെടുന്നത് കാളിദാസ പുരസ്കാരമാണ്. കാളിദാസ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്
ഏത് സംസ്ഥാന സർക്കാരാണ് കാളിദാസ സമ്മാൻ നൽകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ മധ്യപ്രദേശ് സർക്കാരാണ്. 1980 മുതലാണ് ഈ പറയുന്ന കാളിദാസ പുരസ്കാരം മധ്യപ്രദേശ് സർക്കാർ നൽകാൻ തുടങ്ങിയത്. 2018 കാളിദാസ സമ്മാൻ ജേതാവ് അഞ്ജലി ഇളമേനോനാണ്. അഞ്ജലി ഇളമേനോനാണ് 2018 കാളിദാസ സമ്മാൻ ജേതാവ്. മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന ഒരു അവാർഡാണ് ഇത്, കാളിദാസ സമ്മാൻ. 1980 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. 2018 കാളിദാസ സമ്മാൻ ജേതാവ് അഞ്ജലി ഇളമേനോനാണെന്ന കാര്യം ഓർക്കുക. ഇനി കാളിദാസ് സമ്മാൻ പുരസ്കാരത്തിൻ്റെ തുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയാണ് കാളിദാസ സമ്മാൻ പുരസ്കാരത്തിൻ്റെ തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ചിട്ടും അതുപോലെ JCB പുരസ്കാരത്തെക്കുറിച്ചും കാളിദാസ പുരസ്കാരവുമായി ബന്ധപ്പെട്ട PSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൗജന്യ ക്ലാസ്സുകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടും ഒരായിരം നന്ദി രേഖപ്പെടുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും താങ്ക് യു.